ഇന്ന് ഇച്ചനെ എനിക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പറയൂ. ഒന്നുമില്ല, ഒരു തട്ടിക്കൂട്ട് പരിപാടി, പുലാവും ചിക്കൻ മസാലയും. യെസ്. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് അതിൻ്റെ ക്ഷീണം മാറ്റാൻ പിന്നെ കുക്ക് ചെയ്യാൻ പോകുന്നത്. പക്ഷെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാനാണുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ എന്നെപ്പോലെ ഇത്രയും പാവം പിടിച്ച് കിട്ടില്ല. എന്നെപ്പോലെ ഇങ്ങനെ പണിയെടുക്കാൻ അറിയുന്നുണ്ടോ? ഇല്ല, പക്ഷെ മാത്രമേ ഉള്ളൂ. നിങ്ങൾ കാണുന്നവർക്ക് ഞാനൊരു അഡ്വൈസ് തരാം. നിങ്ങൾ കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ ഷെഫിനെ കെട്ടാൻ നോക്കൂ. അല്ലേ? ഇതിച്ചൻ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു ടവല് അല്ലെങ്കിൽ ടർക്കി ഇങ്ങനെ എപ്പോഴും കൈ തുടയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ ഇവിടുത്തെ കലാപരിപാടിയാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഹോൾ ചിക്കൻ, ഹോൾ മീഡിയം ചിക്കൻ. നെക്സ്റ്റ് തൊലി കളഞ്ഞ് വലിയ വലിയ ഫുൾ ക്ലീൻ ചെയ്ത് ഇതിലിച്ചും കുറച്ച് ടിപ്പൊക്കെ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ കേൾക്കുവാണെങ്കിൽ ഇന്നിച്ചിരി പയ്യായിട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം വിരലിന്റെ ഒരു തുമ്പ് ചെറുതായിട്ടൊന്ന് പോയായിരുന്നു. ഇത് കണ്ടോ, നമ്മുടെ പണി ഇതായിരുന്നു. പണി ഇതാണെങ്കിലും എല്ലാവരും വിരൽ മുറിച്ചോണ്ടല്ല വരുന്നത്. ഞാൻ എല്ലാ ദിവസവും ഒന്നുമില്ലെങ്കിൽ വിരല് മുറിച്ചോണ്ട് വരും, അല്ലെങ്കിൽ വിരല് പൊള്ളിച്ചോണ്ട് വരും. അത് ഞാനായിട്ട് പൊള്ളിക്കണല്ലോ, എന്റെ കൂടെ വർക്ക് ചെയ്യണവരായിട്ടുള്ളതാണ്. കൂടെ വർക്ക് ചെയ്യാൻ അവരെ പൊള്ളിച്ചിട്ടാണ് കൂടെ വർക്ക് ചെയ്യുന്ന കഴിവുകൊണ്ട് എന്നോടുള്ള ദേഷ്യമാണ് കാണിക്കണേ. എന്റെ കൈ കൊണ്ട് വലിക്കാൻ പറ്റില്ല. ചേച്ചിനെ കൈ കൊണ്ട് വലിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് എല്ലാവരും നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തത്. എന്നാലും നിങ്ങൾക്കൊരു മെത്തേഡ് ഒന്നും അറിയാത്തവർക്ക് ഇത് ഹെൽപ്ഫുൾ ആണ് എനിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് മനസ്സിലാവാറില്ല, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെങ്കിൽ നോക്കൂ. കൈ ഈ ചൂണ്ടുവരലായത് കാരണം മുറിഞ്ഞാണ് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബലം പിടിക്കാൻ പറ്റില്ല. ഷെഫ് ആകാൻ തീരുമാനിച്ചിരിക്കുന്നവരൊക്കെ ഇതും കൂടെ ഒന്ന് ആലോചിക്കണം. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കൈയൊക്കെ മുറിയും. അതെ, ഈ കാലിന്റെ അവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ ആ സ്കിന്നിന്റെ ബാക്കി പീസൊക്കെ ഇങ്ങനെ ഇതായിട്ട് വരും. അത് നമ്മളൊരു ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ വലിച്ചെടുക്കുക. ഇതിന് ടിപ്പൊന്നും പറയാൻ പറ്റത്, എനിക്കങ്ങനെ വലിക്കാൻ പറ്റുള്ളൂ. പറഞ്ഞാൽ ഇത് ശരിക്കും നമ്മൾ ആ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വലിച്ചു കളയണം. ആ തൊലി ജസ്റ്റ് കണ്ടിച്ചിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് വലിച്ചു കളയണം. ഇച്ചന്റെ കയ്യിൽ നിന്ന് ചോര വരുന്നുണ്ടോ? ഇച്ചന്റെ കയ്യിൽ നിന്ന് വരുന്നുണ്ട്. എനിക്ക് ചോര പേടിയാണ് ഗൈസ്. ചോര പേടിയുള്ളവർ ഇവിടെ കമന്റ് ചെയ്യൂ. മനസ്സിലായല്ലോ എല്ലാവർക്കും? സിമ്പിളായിട്ട് പറഞ്ഞില്ല. ഇതിന്റെ ഏറ്റവും താഴത്തേക്ക് ഒരു സൈഡ് ചേർത്തങ്ങ് വരഞ്ഞു വിടുക, എന്നിട്ട് ടിഷ്യൂ വെച്ച് ഒറ്റ വലിയ വലിക്കുക. അപ്പോൾ ആ തൊലിയങ്ങ് പോകുന്നു. ഇത് നാട്ടിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ ഇങ്ങനെയാണ് ചിക്കൻ വന്നത്, അതുകൊണ്ടുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് പിന്നെ ഇങ്ങനെ നടുവിനിട്ടൊരു വെട്ട്. ചിക്കൻ്റെ എല്ലാം ഇഷ്ടമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യും. ഇതിൻ്റെ എല്ലല്ല, ഞാൻ ഉദ്ദേശിച്ച കാലാണ്. ഈ കാല് രണ്ടും എനിക്കുള്ളതാണ് ഗൈസ്. കാല് ശരിക്കും ഇത് ഇങ്ങനെ എടുത്തിട്ട് അങ്ങ് എന്ത് ചെയ്യണം, ഗ്രില്ല് ചെയ്യണം. ഞാൻ അങ്ങനെ ഇന്ന് ഗ്രില്ല് ചെയ്യാൻ അച്ഛനോട് പറഞ്ഞു. അങ്ങനെ ഗ്രില്ല് ചെയ്ത് വന്നില്ല. ഇത് രണ്ട് കാല്, ഈ രണ്ട് കാല്. ഇപ്പം 2 കാലുള്ള ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നല്ല മടുപ്പ് പറയുന്നുണ്ട്. ഞാൻ തമാശ പറഞ്ഞായിരുന്നു. നമ്മൾ ചെറിയ കഷ്ണം ഉണ്ടോ മാക്സിമം ആക്കണം, കാരണം വേറെ ഒന്നുമല്ല, പെട്ടെന്ന് വേഗം വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ടിപ്പൊന്നുമില്ല അതിനകത്ത്. ചെറിയ കഷ്ണം ആക്കുവാണെങ്കിൽ നമുക്ക് 2 ദിവസത്തേട്ടിരിക്കും. അതാണ് എൻ്റെ ടിപ്പ്. അങ്ങനെയൊക്കെ പറയാം. പെട്ടെന്ന് നോക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ആശാരിപ്പണിമാരോ മറ്റേ മരപ്പണിക്കാരെ മറ്റേ ഇവിടെ കൊത്തുളിക്ക് ഇവിടെ ഭയങ്കര ടപ്പയൊക്കെ കേട്ടിട്ട് പുറത്തുള്ള ഒരു കാലങ്ങനെ തന്നെ ഇടിച്ചാ. അതെനിക്ക് ആ കാല് മൊത്തം തരാൻ പറ്റില്ല. കാല് മൊത്തം തരാൻ പറ്റത്തിന് ഇച്ചം കാണിക്കണം കേട്ടോ. എനിക്ക് ആ കാല് അങ്ങനെ തന്നെ വലിയ കാലായിരുന്നു, അങ്ങനെ ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞു, ആ ഒരു ഭാഗം കഴിഞ്ഞു. അടുത്തതാണ് മെയിൻ ഭാഗം. ഇതിനെ ഇങ്ങനെ കമത്തി കടത്തിയിട്ട് മറ്റേ ലാലേട്ടൻ്റെ സിനിമയിലെ ബോയിങ്ങിൽ ഇങ്ങനെ കഴുത്ത് കറക്കുക. ലാലേട്ടൻ്റെ ഒരു പൊടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാനിവിടെ വീഡിയോ എടുക്കുന്നു, വെച്ചെൻ്റെ കൈയും പാടില്ല, പാവുണ്ടല്ലേ. നിങ്ങൾ അങ്ങനെ പറയില്ലെന്ന് എനിക്കറിയാം. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരും അങ്ങനെ പറയില്ല.
ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ നിന്നോട് ഇപ്പൊ പാടില്ലാത്ത കൈ കൊണ്ട് ചിക്കൻ വെട്ടാൻ പറഞ്ഞോ നിന്നോട്. ഉണ്ടോ ഇങ്ങനെയൊക്കെയാ ചിക്കൻ, പാവം ചിക്കൻ. പാവം ചിക്കൻ ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഞാൻ ഇത് ക്ലീൻ ചെയ്തോണ്ടിരിക്കുമ്പോ പറയും കേട്ടോ. പക്ഷെ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ കഴിക്കണമെന്ന്. അത് കൊന്ന പാപം തിന്നാ തീരൂന്നല്ലേ? ആരോ കൊന്നു, ഞങ്ങള് തിന്നു. കോഴി. ഇപ്പൊ മനസ്സിലായി എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. യെസ്, നമ്മൾ ഇത് ചെയ്തോണ്ടിരിക്കുമ്പോ ജസ്റ്റ് കൈ ഇങ്ങനെ കഴുകുക, തുടയ്ക്കുക, വീണ്ടും അങ്ങനെ തന്നെ ഇടുക, വീണ്ടും കൈ കഴുകുക, തുടയ്ക്കുക. ഞാൻ കഴുത്ത് മാത്രം അടിച്ചു മാറ്റാം. കണ്ടോ, അതൊരു നല്ല പരിപാടിയാണ്. കഴുത്ത് ഇതിനെന്തിനാ കൗത്ത് എന്നൊക്കെ പറയണേ? ഇതിനെന്തിനാ ചിത്രവും കുഞ്ഞു പീസാക്കണേ? ഞാൻ അടുത്തത് ഇതാണ് ബ്രസ്റ്റ് പീസ്. ഇതിങ്ങനെ ഈ ഇത്രയും പീസായിട്ട് നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും അല്ലെ? എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും. ഇത് മറ്റേ നമ്മൾ കാലി ചെയ്തപോലെ തന്നെ വേറെ സൈഡിൽ കൂടെ പറയുക. ഇതെന്ത് വിങ്സോ? ഇതല്ല വിങ്സ്. ഇതിന്റെ ഈ ഭാഗം വെച്ചാണ് വിങ്സ് അടിക്കുന്നത്. ഇതാണ് നമ്മൾ ഇവിടെ വാങ്ങിക്കുന്ന വിങ്സ്. ഞാൻ നാട്ടില് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കാലാ വിങ്സ് എന്നാ. അതെന്താ ഞാൻ അങ്ങനെ വിചാരിച്ചെന്ന് എനിക്കറിയില്ല. ആണോ? വിങ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചിറകുന്നാണ്. മനസ്സിലായോ? ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. പറ ഇച്ചൻ പഠിച്ച സ്കൂളിന്റെ പേര്. ഞാനൊരു കാര്യം പറയാം. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. അത് +2 സൗത്ത് എഴുപ്പുറം. ശരിക്കും ഇത്ര സമയമൊന്നും വേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എന്റെ കണ്ടോ ഈ വിരലത് നിങ്ങക്ക് കാണാമെന്നറിയില്ല. ഈ വിരലിന്റെ ഈ ഭാഗത്തായിട്ട് ചെറുതായിട്ടൊന്ന് കത്തി കൊണ്ട് ഒരു ചെറിയ പീസ് തെറിച്ചു പോയി. വേറെ ഒന്നല്ല, അശ്രദ്ധ കൊണ്ടാണ്. അല്ല നമ്മൾ കത്തി കൊണ്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇച്ചനെ പോലെ ഇങ്ങനെ വെട്ടി കണ്ടിച്ചുകൊണ്ട് എപ്പോഴും വരും. ഞാൻ പിന്നെ അധികം കത്തി ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്കത് കുഴപ്പമില്ല. പിന്നെ എനിക്ക് മാത്രമുള്ള ഒരു സ്പെഷ്യൽ കത്തിയാണ് ഇത്, മൂർച്ച പറഞ്ഞ കത്തി. ആ പെണ്ണ് കാണാൻ വന്നിട്ട് എന്റെ കാവർത്ത് മൊത്തം തിന്നിച്ചാൻ പോയി. പെണ്ണ് കാണാൻ വന്നപ്പോ ഇച്ചൻ കാവർത്ത് ഇന്നെ നോക്കിക്കൊണ്ടാണ് ഞാനിരുന്നത്. അല്ലാതെ ഞങ്ങൾ ശരിക്കും കണ്ടില്ല. പെണ്ണ് കണ്ടുവന്നല്ല, ഇച്ചൻ എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇച്ചന് എന്നെ ഇഷ്ടമായി എന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞാ ഇച്ചന്റെ മനസ്സിലുണ്ടായിരുന്നു ആദ്യം കാണുന്ന പെണ്ണിനെ തന്നെ കെട്ടണമെന്ന്. എന്റെ ഫസ്റ്റ് പെണ്ണാണല്ലോ. പെണ്ണാണല്ല, എന്റെ ഫസ്റ്റ് ചെറുക്കൻ കാണല് ഇച്ചന്റെ ഫസ്റ്റ് പെണ്ണ് കാണല്. അങ്ങനെയായിരുന്നു. അവസാനം പടക്കക്കട എന്താ വെച്ചാ അങ്ങനെ പറഞ്ഞു? എന്റെ അരിക്കും അങ്ങനെ പറഞ്ഞു. ഇതിനുള്ളതൊക്കെ ഞാൻ തരാക്കാം. ഇങ്ങനെയാണ് സവോള നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. സവോള ഇച്ചൻ ചിക്കൻ സെറ്റാക്കി കണ്ടിച്ച് മുറിച്ച് വെച്ചു. ഇത് ഇച്ചൻ തന്നെ കഴുകും. അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കും നിനക്ക് എന്താ പണി? പക്ഷെ ഞാനാണ് ഇവിടെ മെയിൻ സാധനങ്ങൾ. നിങ്ങൾക്ക് അറിയാലോ, മെയിൻ സാധനം സവോളയാണ്. സവോള ഇല്ലെങ്കിൽ ഇതിന് കറിക്ക് ഒന്നും സെറ്റാവില്ല. അതൊക്കെ ചെയ്യണത് ഞാനാണ്. അതാണ് ഇവിടുത്തെ മെയിൻ. ഞാനാണ് ഇവിടുത്തെ മെയിൻ.